അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ഒരു നല്ല അടിപൊളി ഹെവി ആയിട്ടുള്ള ഒരു 5.1 AVR ആണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഒരു AV റിസീവറും അതോടൊപ്പം തന്നെ ഒരു 5.1ന്റെ ഫുൾ പാക്കേജും അതാണ് നിങ്ങളെ ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത്. അതായത് സബ് വൂഫറിന്റെ സെക്ഷൻ നല്ല ഹെവി ആയിട്ട് ഒരു 400 വാട്ട്സും പെർ ചാനലെല്ലാം ഒരു 100 വാട്ട്സും വെച്ച് കിട്ടുന്ന രീതിയിലുള്ള ഒരു അടിപൊളി സിസ്റ്റം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ആ ഒരു 5.1ന്റെ ഫുൾ പാക്കേജ് എന്ന് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നിങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ആദ്യം തന്നെ നമ്മുടെ AVR ഇതാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു എല്ലാ ചാനലും പെർ ചാനൽ ഒരു 100 വാട്ട്സും പിന്നെ സബ് RBLന്റെ ക്ലാസ് D ബോർഡ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. 400 വാട്ട്സ് കിട്ടുന്ന ബോർഡ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഫ്രണ്ട് ഡിസ്പ്ലേ ഒക്കെ ഞാൻ നിങ്ങളെ ഒന്ന് ഓൺ ചെയ്തിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാം. പിന്നെ നമ്മൾ ഈ ചെയ്തിരിക്കുന്ന സബ് എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരം ചെയ്യുന്ന ആ ഒരു കോൺഫിഗറേഷനിലുള്ള ആ ഒരു സബ് തന്നെയാണ് നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്നത്. അതായത് 3/4 ഇഞ്ച് MDF ആണ് നമ്മൾ ഈ സബ് വൂഫറിന്റെ ബോക്സ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വൂളൊക്കെ വെച്ച് എല്ലാം ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട് ഉള്ളിൽ. പിന്നെ വെന്റഡ് ആണ്, എൽപോണ്ടഡ് ആണ്. പിന്നെ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. അതായത് പൗഡർ കോട്ടിങ്ങോട് കൂടി ഒരു മെറ്റൽ ഗ്രില്ലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് JBLന്റെ 1500 HI എന്ന് പറയുന്ന മോഡലാണ്. അതായത് ഒറിജിനൽ സബ് വൂഫർ തന്നെയാണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ബാക്കിയുള്ള സ്പീക്കേഴ്സും ഡ്രൈവേഴ്സും ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മളിവിടെ സെന്റർ ചാനലിനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു ഡ്യുവൽ സ്പീക്കർ വൂഫർ വരുന്ന രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായത് 4 ഇഞ്ചിന്റെ 2 വൂഫറും പിന്നെ ഒരു 3 ഇഞ്ചിന്റെ ട്യൂട്ടറും. അപ്പോൾ നമ്മളിവിടെ 4 ഇഞ്ചിന്റെ വൂഫർ നമ്മൾ കൊടുത്തിരിക്കുന്നത് സ്വീറ്റോണിന്റെ വൂഫറാണ് കൊടുത്തിരിക്കുന്നത്. 4 ohmസിലുള്ള 2 വൂഫർ നമ്മൾ അത് സീരീസ് കണക്ഷൻ ആക്കി 8 ohms ആക്കിയാണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ട്യൂട്ടർ നമ്മൾ എടുത്തിരിക്കുന്നത് Z09 എന്ന് പറയുന്ന സിപ്പിന്റെ ട്യൂട്ടറാണ്. ഡ്യൂം ട്യൂട്ടറാണ്, സിൽക്ക് ഡ്യൂം ട്യൂട്ടറാണ്. നല്ല ക്വാളിറ്റിയുള്ള ട്യൂട്ടറാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു സൈഡ് ചാനൽ സറൗണ്ടിങ് ചാനലിന് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്നതും 6 ഇഞ്ചിന്റെ വൂഫറും പിന്നെ നമ്മൾ ആ കൊടുത്തിരിക്കുന്ന സെയിം ട്യൂട്ടറും തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ചാനലിന് വേണ്ടി ബുക്ക് ഷെൽഫാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ബുക്ക് ഷെൽഫിൽ കൊടുത്തിരിക്കുന്നതും ഈ പറഞ്ഞതുപോലെ തന്നെ 6 ഇഞ്ചിന്റെ വൂഫറും ട്യൂട്ടറുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്തെല്ലാം നമ്മൾ ക്രോസ് ഓവർ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡ് ചാനലിനകത്താണെങ്കിലും സെന്ററിനും ബുക്ക് ഷെൽഫ് ലെഫ്റ്റ് റൈറ്റ് ചാനലിനും സറൗണ്ടിങ്ങിനും എല്ലാം നമ്മൾ 2-way ക്രോസ് ഓവർ വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ ചെയ്തിരിക്കുന്ന ക്രോസ് ഓവർ എന്ന് പറയുന്നത് ഡൂബി സൗണ്ട്സിന്റെ ഒരു 80 വാട്ട്സ് കിട്ടുന്ന ക്രോസ് ഓവറാണ്. നല്ല ഉഗ്രൻ ക്വാളിറ്റിയാണ്, നല്ല ക്വാളിറ്റി ഓഡിയോ ക്വാളിറ്റി തരുന്ന ഒരു ക്രോസ് ഓവറാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിന്റെ ബാക്ക് സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സോക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള പുഷ് ടൈപ്പ് സോക്കറ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു പാക്കേജിനകത്ത് വരുന്ന കാര്യങ്ങൾ. ഇതൊക്കെയാണ്. ഇനി നമുക്ക് ആംപ്ലിഫയറുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ആംപ്ലിഫയറിന്റെ ഫ്രണ്ട് വ്യൂ ഇങ്ങനെയാണ്. നമ്മളിതിൽ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്ലോസി മാറ്റ് ഫിനിഷിലാണ് നമ്മൾ ഈ ആംപ്ലിഫയർ നമ്മൾ ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു അടിയിൽ ഈ ഒരു സൈഡെല്ലാം നമ്മൾ ഒരു മാറ്റ് ഫിനിഷിലും ഈ സെൻറ്റർ വരുന്ന മുകളിൽ വരുന്ന ഭാഗം ഇത് ഗ്ലോസിയിലുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് സബിൻ്റെ വോളിയം കൺട്രോൾ വരുന്നത്. ഈ വോളിയം കൺട്രോളൊക്കെ നമ്മൾ മെറ്റൽ നോബാണ്, ഇമ്പോർട്ടഡ് നോബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് നമ്മൾ USB-യുടെ സോക്കറ്റ് വരുന്നത്. ഈ ഒരു സൈഡിലേക്കാണ് നമ്മളുടെ മാസ്റ്റർ വോളിയം വിത്ത് എൻകോഡർ കൂടിയാണ്. ഇതിൽ നമുക്ക് ഫങ്ഷനൊക്കെ നമുക്ക് ഇതിൽ തന്നെ ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഇവിടെ ഒരു ഓൺ ഓഫ് സ്വിച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഫ്യൂടെക്കിൻ്റെ FT004G എന്ന് പറയുന്ന മോഡൽ റിമോട്ട് കിറ്റാണ്. ഇതൊരു വലിയ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. AVRന് നമ്മൾ ഈ ഒരു ഡിസ്പ്ലേ വരുന്ന ഈ ഒരു ടൈപ്പ് റിമോട്ട് കിറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ വരുന്നത് ഇങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ റിമോട്ട് നിങ്ങൾക്കൊക്കെ അറിയാം, നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് റിമോട്ട് തന്നെയാണ് ഇതിൽ വരുന്നത്. ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഈ റിമോട്ടിൽ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം, ഒരു ബട്ടൺ കാണാം. ആ ഒരു ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ നമ്മൾ അമർത്തുമ്പോൾ ഇവിടെ പിങ്ക് നോയ്സ് നമുക്ക് കിട്ടും. പിങ്ക് നോയ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, അറിയാവുന്ന ആളുകളും ഉണ്ടായിരിക്കും, എങ്കിലും ഞാൻ പറയാം. ഈ പിങ്ക് നോയ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു 5.1 സിസ്റ്റം നമ്മൾ എവിടെയാണോ സെറ്റ് ചെയ്യുന്നത് അവിടെ സെറ്റ് ചെയ്യുന്നതിന് ശേഷം നമ്മളുടെ സ്പീക്കേഴ്സ് വർക്കിംഗ് ആണോ എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു സിസ്റ്റം നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ
നമ്മളുടെ സ്പീക്കറുകളൊക്കെ കറക്റ്റായിട്ടുള്ള രീതിയിലാണോ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്, കണക്ഷൻസ് ഒക്കെ മാറിപ്പോയിട്ടുണ്ടോ എന്ന് നമുക്ക് ഇതുവഴി മനസ്സിലാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ കരുതുന്നു. അതായത് കണ്ടോ, സെൻറ്റർ, ഫ്രണ്ട് റൈറ്റ്, സറൗണ്ട് റൈറ്റ്, സറൗണ്ട് ലെഫ്റ്റ്, സബ് വൂഫർ, ഇങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഓരോന്നും സെലക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു വോയിസ് നമുക്ക് കേൾക്കാൻ പറ്റും. ഫ്രണ്ട് ലെഫ്റ്റും ഫ്രണ്ട് റൈറ്റ്, സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ്, അങ്ങനെ നമുക്ക് ആ ഓരോ സ്പീക്കറിനകത്തും ഫ്രണ്ട് ലെഫ്റ്റിനകത്താണെങ്കിൽ ഫ്രണ്ട് ലെഫ്റ്റിനകത്തൂടെ കേൾക്കും. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ചാനൽ റൈറ്റിലാണെങ്കിൽ നമുക്കതെടുത്ത് ലെഫ്റ്റിലേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഈ ഒരു സെറ്റിനകത്തുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഇൻറ്റീരിയർ വ്യൂ ഒന്ന് നമുക്ക് കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യമേ പറയേണ്ടത് തന്നെ ഇതിൻ്റെ ആ ഒരു പവർ സപ്ലൈ സ്റ്റേജ് തന്നെയാണ്. ഇവിടെ നമ്മളൊരു വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമറാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ആംപിയറിൻ്റെ ട്രാൻസ്ഫോമറാണ്. ഇത് 2 ടാപ്പിംഗ് വരുന്നുണ്ട്. അതായത് 30/0/30 ഒരു ടാപ്പിങ്ങും 25/0/25 ഒരു ടാപ്പിങ്ങും, ഇങ്ങനെ 2 ടാപ്പിംഗ് ആണ് ഇതിലേക്ക് വരുന്നത്. ഇതിൽ നമ്മൾ 35/0/35 ടാപ്പിംഗ് 30/0/30 ടാപ്പിംഗ് നമുക്ക് വരുന്നത് ഈ കാണുന്ന RBLൻ്റെ സബിൻ്റെ ബോർഡിന് വേണ്ടിയാണ്. ഈ RBLൻ്റെ സബിൻ്റെ ബോർഡ് പല വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. വളരെ ചെറിയൊരു ബോർഡാണ്, ക്ലാസ് ഡി ബോർഡാണ്. അതുകൊണ്ട് തന്നെ കൂളിംഗ് ഫാനിൻ്റെ ആവശ്യമൊന്നുമില്ല, വളരെ കൂളിംഗ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് നിന്ന് വരുന്ന സബിൻ്റെ ആ ഒരു വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് പഞ്ച് നൽകുന്ന ഒരു സബ് ബോർഡാണ് RBLൻ്റെ ഈ ഒരു ബോർഡ്. ഇത് മോസ്ഫെറ്റ് ബോർഡാണ്. ഇതിൽ നമുക്കിപ്പം ഒരു 400 വാട്ട്സ് വരെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അതായത് ഇതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27 വോൾട്ട് മുതൽ 55 വോൾട്ട് വരെയാണ് കമ്പനി ഇതിലേക്ക് അവകാശപ്പെടുന്നത്. നമ്മളിപ്പോൾ ഇതിലേക്ക് DC ഒരു 38 വോൾട്ട് നമ്മൾ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതിനായിട്ടാണ് നമ്മൾ ഈ 30/0/30 ഒരു ടാപ്പിംഗ് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ 25/0/25 നമ്മൾ ഒരു ടാപ്പിംഗ് എടുത്തിരിക്കുന്നത് ഈ ഒരു 5 ചാനൽ ബോർഡിന് വേണ്ടിയാണ്. ഇത് 52001943 കോമ്പിനേഷനിൽ വരുന്ന ബോർഡാണ്. നമ്മൾ സ്ഥിരം ചെയ്യുന്ന ബോർഡാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. നല്ല ഒരു ക്വാളിറ്റി ഔട്ട്പുട്ട് തരുന്ന ഒരു ബോർഡാണിത്. പിന്നെ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന റിമോട്ട് കിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഫ്യൂടെക്കിൻ്റെ FT004G ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. എക്സോബാസ് അടങ്ങിയിരിക്കുന്ന റിമോട്ട് കിറ്റാണ്. പിന്നെ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഡീകോഡർ എന്ന് പറയുന്നത് FT003 നമ്മളുടെ ഫ്യൂടെക്കിൻ്റെ തന്നെ ഡീകോഡറാണ്. 5.1 ഡോൾബി, DTS ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നല്ല ബോർഡാണ്. പിന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന സബ് ഫിൽറ്റർ ഈ RBLൻ്റെ തന്നെ സബ് ഫിൽറ്ററാണ്. ഇതിൽ വരുന്ന സബ് ഫിൽറ്ററാണ്. നല്ല ഇത് RBLൻ്റെ തന്നെ ആയതുകൊണ്ട് അവരുടെ തന്നെ ബോർഡ് ആയത് കാരണം നല്ല മാച്ചിങ് ആകുന്ന രീതിയിലാണ് അവരത് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ഒരു 5.1 സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ സ്ഥിരം കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ തന്നെയാണ്. പിന്നെ ഇവിടെ ഞാനിവിടെ ഒരു ചെറിയൊരു പവർ സപ്ലൈ എടുത്തിട്ടുണ്ട്. ഈ ഒരു പവർ സപ്ലൈ 15/015 ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമ്മളുടെ ഈ ഒരു സബ് ഫിൽറ്ററിന് വേണ്ടിയാണ് ഞാൻ ആ ഒരു പവർ സപ്ലൈ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ നമുക്കിവിടെ ഒരു 2 ഓക്സ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സ് 1, ഓക്സ് 2, പിന്നെ സബിൻ്റെ ഒരു പ്രീ സെക്ഷൻ. പിന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നതൊക്കെ ബനാന സോക്കറ്റിലാണ് നമ്മൾ സ്പീക്കർ കണക്ഷനൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ഒരു കൂളിംഗ് ഫാൻ നമ്മൾ ഇവിടെ ഒരെണ്ണം ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരെണ്ണം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 3 ഇഞ്ചും ഇതൊരു 2.5 ഇഞ്ചിൻ്റെയും ഫാനാണ് വരുന്നത്. പിന്നെ ഇവിടുത്തെ പവർ സപ്ലൈയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ 10,000 MFTയുടെ കപ്പാസിറ്റർ 63 വോൾട്ടിൻ്റെ കപ്പാസിറ്ററാണ് നമ്മൾ ഈ പവർ സപ്ലൈ നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിൽ രണ്ട് PCBയിൽ 2 സപ്ലൈ ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ ഒരെണ്ണം നമ്മളുടെ സബിന് വേണ്ടിയും ഒരെണ്ണം ചാനലിന് വേണ്ടിയും അങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ബക്ക് കൺവെർട്ടർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നമ്മളുടെ റിമോട്ട് കിറ്റിനും ഡീകോഡറിനും വേണ്ടിയുള്ളതാണ്. ഈ ഒരു ബക്ക് കൺവെർട്ടർ 12 വോൾട്ട് സ്റ്റേബിളായിട്ട് നിൽക്കാൻ വേണ്ടിയാണ് ഈ ബക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മളുടെ ഡിസ്പ്ലേ വരുന്ന ഇതാണ്. നിങ്ങൾ കണ്ടിരുന്നു, AVRൻ്റെ വലിയ ഡിസ്പ്ലേ ആണ്. അതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെയാണിത്. പിന്നെ ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് കമ്പ്യൂട്ടറിൻ്റെ AC കോഡാണ്. അപ്പോൾ അതൊക്കെ ബാക്ക് സൈഡിലായിട്ടാണ്, ഇതിൻ്റെ ബാക്ക് പാനലിലായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് നമുക്കൊന്ന്. അപ്പോൾ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ്, ബാക്ക് പാനൽ വരുന്നത് ഇങ്ങനെയാണ്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ഗ്ലോസി അക്രിലിക് ഷീറ്റിലാണ് നമ്മൾ ഈ ഒരു ബാക്ക് പാനൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ AC കോഡ് വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കമ്പ്യൂട്ടർ AC കോഡാണ്. അപ്പോൾ ഇതിനകത്തൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ ഇൻബിൽട്ട് ആയിട്ട് ഫ്യൂസ് ഉണ്ട്. ഫ്യൂസോട് കൂടി വരുന്ന ഒരു
കമ്പ്യൂട്ടർ എ സി കോഡാണ്. പിന്നെ നമ്മളിവിടെ 6 ചാനലിനായിട്ടും, അതായത് 5 ചാനൽ പ്ലസ് സബ്, അങ്ങനെയാണ് ഞാൻ 6 ചാനൽ എന്ന് പറഞ്ഞത്. അതിനായിട്ട് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബനാന സോക്കറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയോട് കൂടിയ ബനാന പിന്നുകളാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ഒരു 6 RC നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരു RC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സ് 1ഉം രണ്ടാമത്തേത് ഓക്സ് 2ഉം, പിന്നെ നമ്മളിവിടെ ഒരു സബ് വൂഫറിന് വേണ്ടി സെപ്പറേറ്റ് ഒരു പ്രീ ഔട്ടും കൂടെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഇവിടെ വരുന്നത് HDMI ARC വരുന്നുണ്ട്, പിന്നെ കോയാക്സിൽ വരുന്നുണ്ട്, ഒപ്റ്റിക്കൽ വരുന്നുണ്ട്, പിന്നെ ഒരു മാനുവലായിട്ടുള്ള ഒരു സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഇൻപുട്ട് ബട്ടണും കൂടി വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഇതാണ്. അപ്പോൾ ഞാൻ വേറൊരു കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് ഈ കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട്, ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, പല ആളുകളും ഇതിൻ്റെയൊക്കെ വർക്കിംഗ് വീഡിയോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ നമ്മളുടെ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഫുൾ സിസ്റ്റത്തിൻ്റെയും ഒരു വർക്കിംഗ് വീഡിയോ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ മ്യൂസിക് ഇട്ടിട്ടും ഉള്ളതും, പിന്നെ അതേപോലെ ഒരു ഏതെങ്കിലും ഒരു സിനിമയുടെ കുറച്ച് ഭാഗങ്ങൾ ഇട്ടും കൂടെ ഉള്ള ഒരു വീഡിയോ ആയിരിക്കും ഞാൻ അതിലിടുന്നത്. അപ്പം ദയവായി നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതേപോലുള്ള സിസ്റ്റങ്ങൾ നിങ്ങൾക്ക് അസംബിൾ ചെയ്യാനെ കൊണ്ട് താല്പര്യമുണ്ടെന്നവർ നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. മാക്സിമം നിങ്ങൾ ഈ ചാറ്റ് ഒഴിവാക്കിക്കൊണ്ട് ഡയറക്റ്റ് കോൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആയിരിക്കും നമുക്ക് കൂടുതലും ശ്രദ്ധിക്കാൻ പറ്റുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മളപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ക്ലിയർ ചെയ്ത് വിടുന്നതായിരിക്കും. അപ്പം പുതിയൊരു വീഡിയോയുമായി ഉടനെ എത്താം. ഗുഡ് ബൈ.